ഗൈസ് വെൽക്കം ബാക്ക്. നമസ്കാരം. തോറ്റു, വീണ്ടും 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 തോറ്റു. ആഹ് ഒന്നും പറയാനില്ല. ഒരു ഡോമിനേറ്റ് ചെയ്യാനോ ഒന്നിനും പറ്റിയില്ല. ന്യൂ കാസിലിന് അങ്ങോട്ട് വിട്ടുകൊടുത്തു. അതായിരുന്നു അവസ്ഥ. ഫസ്റ്റ് ഹാഫ് വാസ് ബെറ്റർ. സെക്കൻഡ് ഹാഫിൽ നമ്മളില്ല. സെക്കൻഡ് ഹാഫിൽ യുണൈറ്റഡ് എന്ന് പറഞ്ഞൊരു ടീമിനെ അവിടെ കാണാനേ പറ്റിയില്ല. പിന്നെ എടുത്തു പറയേണ്ട ആകെ കുറച്ച് നിമിഷങ്ങൾ ആ ഫസ്റ്റ് ഹാഫിൽ വന്നു, അത് മാത്രമേ ഉണ്ടായുള്ളൂ. വെരി ബാഡ് ന്യൂസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിർക്സി ആകെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു കളിക്കാരനും ഒരു സ്ട്രൈക്കറുമായിരുന്നു നെക്സ്റ്റ് സെക്കൻഡ് ലെഗിലേക്ക്. എല്ലാ യുണൈറ്റഡ് ഫാൻസിൻ്റെയും മനസ്സിലുണ്ടായിരുന്ന ഒരേ ഒരു പ്ലെയറായിരുന്നു സിർക്സി. മിക്കവാറും ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നില്ല. അതൊരു ഹാംസ്ട്രിങ് പോലെ തന്നെയാണ് തോന്നുന്നത്. എന്താ പറയുക, ഭാഗ്യം എന്ന് പറഞ്ഞൊരു സാധനമില്ല. ഗോപിയാണ് ഇനി എന്താവോ എന്തോ. എങ്ങനെ ഈ ഹൊയ്ലുണ്ടിനെ വെച്ചിട്ടൊക്കെ എങ്ങനെ മുന്നോട്ട് പോകാണ്? പിന്നെ ആരും മൈനുമാണ് സ്ട്രൈക്കറായിട്ട് കളിക്കുക. എനിക്ക് തോന്നുന്നില്ല. ആകെ മൊത്തം ഒരു ശോകം അവസ്ഥ എന്ന് പറയൂലേ, അതാണ് ഇപ്പം നടന്നിട്ടുള്ളത്. ഭയങ്കര ഒരു മോശം. ഫസ്റ്റ് ഹാഫിൽ നല്ലപോലെ ആ സിർക്സിയും ബ്രൂണോ ഒക്കെ തമ്മിലുള്ള ആ ഒരു ലിങ്ക് പ്ലേ ഒക്കെ ആ 10th 11th മിനിറ്റിൽ വന്ന ആ ഒരു ചാൻസ് ഉണ്ടല്ലോ, എന്തായിരുന്നു അതൊക്കെ കളി. ആ കളി ത്രൂ ഔട്ട് ഇവന്മാരൊന്ന് കളിച്ചിരുന്നെങ്കിൽ ഈ ഒരു സ്കോറെങ്കിലും ജയിക്കേണ്ട മതി. പോട്ടെ, ന്യൂ കാസിലൊക്കെ വൻ ഫോമിലാണ്. അറിയാം, നമ്മുടെ അപേക്ഷ വെച്ച് അവസ്ഥ വെച്ച് നോക്കുമ്പം നമ്മുടെ ഒരു സീസൺ, ഈ ഒരു സീസൺ അട്ടപടലാണ്. ന്യൂ കാസിലാണെങ്കിൽ ഹൈ ഫോമിൽ അവർ ലിവർപൂളിനെ തോൽപ്പിച്ച് കർബാവ് കപ്പ് എടുത്ത് നല്ലൊരു ഫോമിൽ നിൽക്കുകയാണ്. ജയിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷേ എന്നാലും ഒരു പൊരുതുക, ഒന്ന് പിടിച്ച് നിൽക്കുക. ഇത് എന്താണ് മാർജിൻ? 4-1. ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഒരു 2-1 ഒക്കെ പിന്നെയും വിചാരിക്കാം. ഇത് 4-1 ഒക്കെ. അതിൽ 2 ഗോൾ വന്നത് രണ്ടും ഒരു ബ്ലണ്ടർ മിസ്റ്റേക്ക്. ബായിന്ദറിൻ്റെ ഡിബറ്റായിരുന്നു പ്രീമിയർ ലീഗിൽ. അത് ഇങ്ങനെയാക്കി കളഞ്ഞ ചങ്ങായി. പറഞ്ഞിട്ട് കാര്യമില്ല. ഒനാന ഉണ്ടായിട്ടെന്താണ്, ബായിന്ദർ ഉണ്ടായിട്ടെന്താണ്. ബായിന്ദർ വരട്ടെ എന്ന് വന്ന് നോക്കുമ്പോൾ നല്ല കളി കളിച്ചിട്ടുണ്ട്. ഞാൻ കുറ്റം പറയുകയല്ല. ബായിന്ദറിനെ പറ്റുന്ന രീതിയിൽ ഫസ്റ്റ് ഹാഫിൽ ടോപ്പ് ലെവൽ പെർഫോമൻസ് ആയിരുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നല്ല സേവും ആ ബോൾ പ്ലേയിങ് ഒക്കെ പക്കാ. എന്താ പറയുക, നമ്മുടെ പ്ലേയേഴ്സിന് തന്നെ ഒനാന കൊടുക്കുന്ന പോലെയൊന്നുമല്ല. അവിടെയും ഇവിടെയും റോക്കറ്റ് വിടുന്ന പോലെയൊന്നും ആയിരുന്നില്ല. അടിപൊളിയായിട്ട് തന്നെ ബോൾ പ്ലേയിങ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് സെക്കൻഡ് ഹാഫിൽ ആ ഒരു മിസ്റ്റേക്കും കൂടി വന്നതോടുകൂടി തീർന്നു. പിന്നെ മസ്റൂയി എന്തിനാണ് ആ 3rd ഗോളിൻ്റെത്, എന്തിനാണ് ആ കളി കളിച്ചതെന്ന് തിരിയുന്നില്ല. അത്രയും പ്രഷറിലാണ് ന്യൂ കാസിൽ കളിക്കുക. ന്യൂ കാസിലിൻ്റെ പ്ലേയേഴ്സ് ചെയ്യുന്ന പ്രഷർ, അതൊരു രക്ഷ. അങ്ങനെ കാണുമ്പോൾ അപ്പം തന്നെ ബോൾ റിലീസ് ചെയ്ത് ബാക്കിലേക്ക് ഗോളിക്ക് കൊടുത്താൽ മതി. ഇത് അവൻ അവിടുന്ന് കട്ട് ചെയ്ത് കയറാൻ നോക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. കട്ട് ചെയ്ത് കയറാൻ നോക്കി അവിടെ പണി പാടി. അത് ഗോളാക്കുകയും ചെയ്തു. ന്യൂ കാസിലിൻ്റെ എന്താ കളി! ന്യൂ കാസിൽ ശരിക്കും ഒന്നും മനസ്സിലാവാത്ത പോലെ ഭയങ്കര ഫാസ്റ്റ് പ്ലേ. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ അതിനെ ത്രൂ ഔട്ട് അവരെങ്ങനെയാണോ അറ്റാക്ക് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്തിരുന്നു. ഗർനാച്ചോൻ്റെ ഫിനിഷ് ഒന്നും പറയാനില്ല. ഗർനാച്ചോ ഒരു ഗോളടിച്ചു, കുറേ കാലത്തിന് ശേഷം ഒരു ഗോളടിച്ചു. സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. നല്ല കളിയുമായിരുന്നു അത്. നല്ല ആ ഒരു ലിങ്ക് പ്ലേ ആണ് വേണ്ടത്. പക്ഷെ അത് സെക്കൻഡ് ഹാഫിൽ നമുക്ക് കാണാനേ പറ്റിയില്ല. സിർക്സി പോയത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. സെക്കൻഡ് ഹാഫിൽ നമ്മൾ കളിച്ച് വരികയായിരുന്നു 50 മിനിറ്റിന് ശേഷം. കറക്റ്റ് സിർക്സി പോയി. സിർക്സി ആ കൊണ്ടുപോയ പോലെ സൂപ്പറായിരുന്നു. എനിക്ക് തോന്നുന്നു 6 പ്ലെയേഴ്സാണ്. ന്യൂ കാസിലിൻ്റെ 5 or 6 പ്ലെയേഴ്സ് ഫുൾ ഇങ്ങനെ വട്ടം ചുറ്റിയ പോലെയാണ്. പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കൃഷ്ണം കിട്ടിയ പോലെയായിരുന്നു സിർക്സിനെ ചുറ്റിവിട്ടിട്ട് കറക്റ്റ് ടൈമിൽ. അത് ഹാംസ്ട്രിങ് പോലെ തന്നെയാണ് തോന്നുന്നത്. ഹാംസ്ട്രിങ് ആണെങ്കിൽ തീർന്നു. എങ്ങനെ ഇറങ്ങാനാണ് സെക്കൻഡ് ലെഗിലൊക്കെ? എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒന്ന് എടുത്ത് പറയുന്നത്, ഒരു ഡിഫൻസ് പാളാൻ കാരണം ആ ഒരു സെൻറ്റർ ബാക്ക് ലിൻഡലോഫിനെ കൊണ്ട് നടക്കൂല. പുള്ളിക്കാരനെ കൊണ്ടൊന്നും ആവുന്നില്ല. ശരിക്കും ആ മഗ്വയർ ഡിലൈറ്റ് 2 പേരും ഇന്നത്തെ മാച്ചിൽ ശരിക്കും മിസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കളി കണ്ടാൽ തന്നെ അറിയാം. ലിൻഡലോഫിനെ കൊണ്ടൊന്ന് കൂട്ടിയാൽ കൂടൂല സാറേ. അതാണ് അവസ്ഥ. മസ്റൂയിയും ഇന്ന് ഫുള്ള് യൂറോ പിന്നെയും കളിച്ചിട്ടുണ്ടായിരുന്നു. മസ്റൂയിക്കൊക്കെ എന്താണ് പറ്റിയത്? ഫുള്ള് വീഴാണ്. എന്താണ് അവിടെ മറ്റേ പട്ടച്ചാരായി വെച്ച് കൊട്ടാരം നാറ്റിച്ചു എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് അവിടെ. ഫുള്ള് വീഴാണ് എല്ലാവരും. ബ്രൂണോ കളിച്ചിട്ടുണ്ടായിരുന്നു നല്ലോണം. ത്രൂ ഔട്ട് കളിയിൽ എടുത്ത് പറയാൻ സെക്കൻഡ് ഹാഫിൽ ഒന്നുമില്ല. അതാണ് എനിക്കൊന്നും പറയാൻ പറ്റരുത്. ആകെ ഒരു ഫസ്റ്റ് ഹാഫ് വെച്ചിട്ട് നമ്മൾ എന്ത് പറയാനാണ്? ഫസ്റ്റ് ഹാഫിൽ ഒരു കളി കളിച്ചു, അത് കഴിഞ്ഞു.
സെക്കൻഡ് ഹാഫിൽ ഒന്നുമില്ല. സെക്കൻഡ് ഹാഫിൽ യുണൈറ്റഡ് എന്ന് പറഞ്ഞൊരു ടീം ഇല്ല അവിടെ. ഫുൾ അവർ തന്നെ കളിച്ചത്. എനിക്ക് തോന്നുന്നു ഷോട്ട് പോലും ഇല്ല. 75 മിനിറ്റ് വരെ സെക്കൻഡ് ഹാഫിലെ സ്റ്റാറ്റ്സ് നോക്കുമ്പം അവന്മാർ 8ഉം 5ഉം 7 ഷോട്ട്സൊക്കെ, നമ്മളാകെ ഒരൊറ്റ ഷോട്ടെങ്ങാനേ ഉള്ളൂ. നേരെ മറിച്ച് ഫസ്റ്റ് ഹാഫിൽ അങ്ങനെയല്ല. ഫസ്റ്റ് ഹാഫിൽ നല്ലപോലെ കളിച്ചു. അതെന്തുകൊണ്ട് ഇവർക്ക് സെക്കൻഡ് ഹാഫിൽ കളിക്കാൻ പറ്റുന്നില്ല? ഇങ്ങനെയാണെങ്കിൽ യൂറോപ്പ ലീഗിൽ സെക്കൻഡ് ലെഗ് ഓൾഡ് ട്രാഫോർഡിൽ വെച്ചിട്ട് എന്ത് ചെയ്യും ഇത്? ലിയോണാണെങ്കിൽ കത്തിച്ചിട്ട് വരുവാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നില്ല. ആ സിറിക്സിൻ്റെ ഒരു പോക്കും കൂടി ആയതുകൊണ്ട് വല്ലാത്തൊരു ഇതായി. ഒനാന പോയല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് കളി കാണാനിരുന്നത്. ഒനാനെ ഡ്രോപ്പ് ചെയ്തല്ല, ഒനാനേനെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്, വൈഫിനെ ആരോ തട്ടിക്കൊണ്ടുപോകാൻ നോക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഭയങ്കര ഒരു അവസ്ഥയായിപ്പോയി. അയ്യോ, ഇങ്ങനെ ഈ ഒരു സ്കോർ ലൈൻ പ്രതീക്ഷിച്ചില്ല. ജയിക്കണം എന്നില്ല, അറ്റ്ലീസ്റ്റ് ഒരു ഡ്രോ. ഈ ഒരു ഏപ്രിൽ മാസം തീർന്നു. മാനേജർ ഓഫ് ദ മന്തും പ്ലെയർ ഓഫ് ദ മന്തും എല്ലാം യുണൈറ്റഡ് പ്ലെയേഴ്സിന് നോമിനേഷനും ബ്രൂണോ അത് വിന്നുകയും ചെയ്തു. പക്ഷേ അമോറിമിന് കിട്ടിയില്ല. നേരെ തിരിച്ച് ഏപ്രിൽ ഗോപി സുന്ദരമായി മാറി. ഗോപി സുന്ദരം ഫുള്ള് തീരുമാനമായി പോയി കളി. ഒന്നും പറയാനില്ല. പറയാൻ എന്തെങ്കിലും ഉണ്ട്, വെറുതെ ഇങ്ങനെ വലിച്ചു കിട്ടിൻ്റെ ഒരു കാര്യമില്ലല്ലോ. കളിയില്ല. സെക്കൻഡ് ഹാഫിൽ കളി ഉണ്ടായിട്ടില്ല. പിന്നെ പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. മൈനും മൗണ്ടൊക്കെ വന്നിട്ട് എന്തൊക്കെയോ ശ്രമിച്ചു. പക്ഷേ സ്കോറ് അതിനനുസരിച്ചിട്ട് ന്യൂകാസിൽ അടിച്ച് ന്യൂകാസിൽ 4 എണ്ണം അടിച്ചിട്ട് അവന്മാർ നിർത്തുന്നില്ല. അവന്മാർ പിന്നെയും ബോളെടുത്ത് അറ്റാക്ക് ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ കണ്ടു തന്നെ അറിയണം അമോറിമ എന്താണ് യൂറോപ്പ ലീഗിൽ ചെയ്യാൻ പോകുന്നത്. പ്രീമിയർ ലീഗ് ഇവന്മാർ വിട്ട് ഇത് തന്നെയാണല്ലോ. പിന്നെ നമുക്കും ഇനി കളി കാണാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. എന്തിനാണ് പിന്നെ നമ്മൾ കളി കാണുന്നത്? ഇവന്മാരെ കൊണ്ട് കളിക്കാൻ പറ്റില്ല, ഇവന്മാർക്ക് കളിക്കാൻ താല്പര്യമില്ല എന്നാണ്. പിന്നെ നമ്മൾ ഫാൻസ് കളി കണ്ടിട്ട് എന്തിനാ? അങ്ങനെ കളി കാണേണ്ട ആവശ്യമില്ലല്ലോ. യൂറോപ്പ ലീഗ് എന്തെങ്കിലും കാണിക്കുക. എനിക്ക് പറഞ്ഞു മടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മടുത്ത് പണ്ടാരടങ്ങി. ആ സിറിക്സി കൂടി പോയതോടുകൂടി ആകെ മൂഡ് ഓഫ് ആയിപ്പോയി. വല്ലാത്തൊരു മൂഡ് ഓഫ് ആയിപ്പോയി. നോക്കാം. ഇനിയിപ്പോൾ യൂറോപ്പ ലീഗ് സെക്കൻഡ് ലെഗ് ഓൾഡ് ട്രാഫോർഡിൽ തേഴ്സ്ഡേ നൈറ്റാണ്. എന്താവുമോ എന്തോ, കണ്ടത് തന്നെ അറിയാം. ബൈ.